പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും ഈ തിരുവചന സമയത്ത് അനുഗ്രഹവും സൗഖ്യവും സംരക്ഷണവും വിടുതലും സംഭവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജെറമിയായുടെ പുസ്തകം 32-ാം അധ്യായം 27-ാം തിരുവചനം. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും അസ്വസ്ഥതകളുടെ നടുവിൽ ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്ന് ചിന്തിച്ച് നീ നീറുന്നുണ്ടെങ്കിൽ ഇതാ നിനക്കൊരു തിരുവചനം സന്ദേശമായിട്ട് നൽകുന്നു. നിൻ്റെ ദൈവമായ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കാം, ദൈവത്തെ സ്നേഹിക്കാം, ദൈവത്തോട് ചേർന്നിരിക്കാം. നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, അനുദിന ജീവിത വഴികളിൽ ഞങ്ങൾക്ക് ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള വലിയ ശക്തിയും ബലവും നൽകണമേ. സകല മർത്യരുടെയും ദൈവമായ അങ്ങ് ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ അസാധ്യതകൾക്ക് നടുവിൽ സാധ്യതകൾ ഉയർത്തി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചന ധ്യാനത്തിൻ്റെ ഈ മണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കുന്ന ഒരു വിഷയം, നമ്മൾ ആരെ നോക്കിയാണ് വളരേണ്ടത്, നമ്മൾ എങ്ങനെയാണ് വളരേണ്ടത്? ഈ ചോദ്യത്തിന് ഉത്തരം മുഴുവൻ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ഉത്തരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം. കാരണം ഈ കാലഘട്ടത്തിൽ പലരും പലരെയും അനുകരിച്ചാണ് വളരുന്നത്. ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ആ സിനിമ നടനെ പോലെ ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ ആ വ്യക്തിയെപ്പോലെ ആകാൻ വേണ്ടി, അങ്ങനെ ചില ഹീറോയിസത്തിൻ്റെ ചില റോൾ മോഡലുകളെ കണ്ടുകൊണ്ടാണ് പലരും ഇന്ന് പലതും ആകാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ അടുത്ത നാളുകളിൽ താടി നീട്ടിയും മുടി നീട്ടിയും ഒരു പുതിയ സംസ്കാരം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഒരുപറ്റം യുവതലമുറ ശ്രമിക്കുമ്പോൾ, വളർന്നു വരുന്ന അടുത്ത തലമുറയും താടിയും തലമുടിയും നീട്ടിക്കൊണ്ട് ഞങ്ങളും അതേ സംസ്കാരത്തിന് വേണ്ടിയൊക്കെ ഇറങ്ങുന്നു. അങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്തും പലതരത്തിലുള്ള സംസ്കാരങ്ങൾ രൂപപ്പെടുന്നു, പലതരത്തിലുള്ള വളർച്ചകൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിലൊരു ചോദ്യമുണ്ട്: ഞാൻ എങ്ങനെയാണ് വളരേണ്ടത്? ഞാൻ ആരെ നോക്കിയാണ് വളരേണ്ടത്? ഞാൻ എങ്ങനെയാണ് വളരേണ്ടത്? പ്രിയപ്പെട്ടവരെ, തിരുവചനം നമുക്ക് നൽകുന്ന ഒരു ഉത്തരമുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. വചനം പഠിപ്പിക്കുന്നത് പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്കുള്ള ഒരു വിളിയെക്കുറിച്ച് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നിനക്കുള്ള വിളി വചനം ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധരോടുകൂടെ വിശുദ്ധരായി വളരാനുള്ള ഒരു വിളി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വെറും മനുഷ്യരല്ല, അതിനപ്പുറത്തേക്ക് ഒരു വിശുദ്ധിയിലേക്കുള്ളൊരു വിളിയുണ്ടെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടല്ലേ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മൾ ഈ നാട്ടിലൊക്കെ ജീവിക്കുന്നു, ഈ നാടിൻ്റെ സിറ്റിസൺഷിപ്പൊക്കെ ഉണ്ട്. എന്നാൽ നീ ഓർക്കണം, ഇതിനപ്പുറമുള്ള ഒരു പൗരത്വം, ഒരു സിറ്റിസൺഷിപ്പ് നിനക്കുണ്ട്. അത് സ്വർഗത്തിലാണ്. ആരാണ് സ്വർഗത്തിലുള്ളത്? സ്വർഗത്തിലുള്ളത് വിശുദ്ധരാണ്. ഇന്നല്ലെങ്കിൽ നാളെ മരിച്ച് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളല്ലേ നമ്മളെല്ലാവരും. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ ആരാ ഉള്ളത്? വിശുദ്ധരാ ഉള്ളത്. അങ്ങനെയെങ്കിൽ ഓർപ്പിച്ചോ, നമ്മുടെ വിളി വിശുദ്ധരായി മാറ്റപ്പെടാനുള്ളതാണ്. യേശു ക്രിസ്തുവിനോട് ചേർന്ന് വളരാനുള്ള ഒരു വിളിയാണ് നമ്മുടേത്. യേശു ക്രിസ്തുവിനെ പോലെ വളരാനുള്ള വിളി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞു വരുമ്പോൾ ഈ കാലഘട്ടം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ചില വളർച്ചകളെ നമ്മൾ മറക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുവട്ടത്തും ചില സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും, മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അമ്മയെ തലക്കടിച്ചു കൊല്ലുന്ന മകൻ, അമ്മയെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഉരുട്ടിയിട്ട്
കൊലപ്പെടുത്തുന്ന മകൻ, അപ്പനെ അമ്മയെയും മുറിക്കകത്ത് കൊലപ്പെടുത്തുന്ന മക്കൾ എന്ന് തുടങ്ങി ചുറ്റുവട്ടത്തും കാണുന്ന ഒട്ടനവധി അനുഭവങ്ങളും ഒക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു. എന്നിട്ട് നമ്മൾ ചിന്തിക്കും, ദൈവമേ, ഒരു മനുഷ്യൻ എങ്ങനെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുന്നു? യേശുക്രിസ്തുവിനോളം വളർന്നിട്ടില്ല പോട്ടെ, വിശുദ്ധരോളം വളർന്നിട്ടില്ല പോട്ടെ, മനുഷ്യനോളം പോലും വളർന്നിട്ടില്ല, എന്നിട്ട് എങ്ങോട്ട് തരം താണു? പ്രിയപ്പെട്ടവരെ, മൃഗങ്ങളെപ്പോലെ തരം താണ അനുഭവം. ഇത് ഞാൻ പറയുമ്പോൾ ഓർത്തോ, ഒരുപക്ഷെ മൃഗത്തെക്കാളും തരം താണ സ്വഭാവ രീതികൾ. മൃഗത്തിനൊരു സ്റ്റാൻഡേർഡുണ്ട്, അല്ലേ? മൃഗത്തിനൊരു സ്റ്റാൻഡേർഡുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കുന്നു പന്നി, പട്ടി, പശു, മൃഗങ്ങൾ, അല്ലേ? മൃഗങ്ങൾ. ആ മൃഗങ്ങളിൽ തന്നെ ചില മൃഗങ്ങൾക്ക് യാതൊരു സ്റ്റാൻഡേർഡും ഇല്ലയെന്ന് നമ്മൾ കരുതുന്നു. അതുകൊണ്ടാണല്ലോ ദേഷ്യം അരിശമൊക്കെ വരുമ്പോൾ നമ്മൾ പോടാ പന്നി എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ്? സ്റ്റാൻഡേർഡില്ല, ഒരു നിലവാരമില്ല. നിലവാരമില്ലെന്ന് നമ്മൾ പറയുന്ന ഈ പന്നിക്കൊക്കെ പോലും ഒരു സ്റ്റാൻഡേർഡുണ്ട്. നമ്മൾ ചിന്തിച്ച് നോക്കിയേ, ഏതെങ്കിലും ആൺപന്നി മറ്റൊരു ആൺപന്നിയോട് ഇണചേരുമോ? മനുഷ്യൻ ചെയ്യും. നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും ഇന്നുവരെ നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന നന്മയുടെ ചിന്തകൾക്ക് വിപരീതമായിട്ട് തിന്മകൾ ഇങ്ങനെ വന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു പന്നി മറ്റൊരു ആൺപന്നിയോട് ഇണചേരുമോ? നമ്മൾ ചിന്തിച്ച് നോക്കിയേ, ഒരു പന്നി അല്ലെങ്കിൽ മറ്റൊരു മൃഗം പ്രായമായ മറ്റൊരു മൃഗത്തെ ഉപദ്രവിക്കുമോ? പ്രായമായ മറ്റൊരു മൃഗത്തെ അത് ബലാത്കാരമായിട്ട് എന്തെങ്കിലും തിന്മ ചെയ്യുമോ? പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ചെയ്യും. ഏതെങ്കിലും മൃഗം തൻ്റെ ഉദരത്തിൽ വളരുന്ന ആ മൃഗത്തിൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കുമോ? മനുഷ്യൻ ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, മൃഗത്തെക്കാളും തരംതാണ സ്വഭാവ രീതികൾ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന ചുറ്റുവട്ടത്തുള്ള ആളുകളെക്കുറിച്ച് മാത്രം ചിന്തിക്കാനില്ല. ഒരു കണ്ണാടി വെച്ച് എനിക്കെന്നോട് തന്നെ ധ്യാന വിഷയമാക്കേണ്ട ഒരു മേഖലയാണ്, എന്നിൽ മൃഗീയ വാസനകൾ വർദ്ധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരു മൃഗം, ഒരു ഉദാഹരണത്തിന് ഒരു കടുവ, അതൊരു ഇരയെ വിഴുങ്ങി കൊന്ന് വിഴുങ്ങിയതിന് ശേഷം അത് സുഖമായിട്ട് കിടന്നുറങ്ങും. മനുഷ്യനോ? ഒരു മനുഷ്യത്വമുള്ളവനാണെങ്കിൽ അവന് മറ്റൊരു വ്യക്തിയെ കൊലപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അവന് കിടന്ന ഉറക്കം കിട്ടിയോ? ഇന്ന് സുഖമായിട്ടുറങ്ങാൻ പലർക്കും സാധിക്കുന്നു. കൊലപാതകം ചെയ്താൽ മാത്രമല്ല, മറ്റൊരു വ്യക്തി വേദനിപ്പിച്ചാൽ മാത്രമല്ല, വെറുപ്പും വിരോധവും തുടങ്ങി ഇങ്ങനെയുള്ള വിപരീത സ്വഭാവ രീതികൾ, വികാരങ്ങൾ ഉള്ളിൽ കൊണ്ട് നടന്നിട്ടും ഉറങ്ങാൻ സാധിക്കുന്നെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ മൃഗീയ വാസനകൾ വർദ്ധിക്കുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, വളരെ ജാഗ്രത ആവശ്യമുള്ള കാലഘട്ടമാണ്. മൃഗീയ വാസനകളെ തോൽപ്പിച്ച് ദൈവിക സ്വഭാവ വാസനകൾ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കാനും വളർത്താനുള്ള ഒരു സമയം ഇതാ കടന്നു വന്നിരിക്കുന്നു. കാലം വല്ലാതെ മോശമാണ്. ചുറ്റുവട്ടത്തും നടക്കുന്ന സംഭവങ്ങളെ ഒന്ന് മനസ്സിരുത്തി ധ്യാനിച്ച് നോക്കിക്കേ. ശുഭകരമായ വാർത്തകൾ വല്ലതും ഉണ്ടോ? അഭയമെന്ന് കരുതി ചെല്ലുന്ന ഇടങ്ങളിൽ അഭയം നഷ്ടപ്പെടുന്ന മേഖലകൾ, അല്ലേ? അഭയമാണെന്ന് കരുതുന്ന സ്ഥലങ്ങൾ. സ്വന്തം അപ്പൻ്റെ പക്കലല്ലേ ഒരു മകളോ മകനക്കോ അഭയമുള്ളത്? സ്വന്തം അമ്മയുടെ പക്കലല്ലേ? വചനം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് എന്തെന്നറിയോ? നമുക്ക് മൃഗങ്ങളുടെ വാസനകളല്ല വേണ്ടത്, മറിച്ച് ദൈവ സ്വഭാവത്തിൽ വളരാനുള്ള ഒരു ആഗ്രഹം. യേശയ്യയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ യേശയ്യ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവിൻ്റെ ഒരു നിലവിളിയുണ്ട്. യേശയ്യ പ്രവചനം 1-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തറിയുന്നു, എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. ദൈവം വിലപിക്കുകയാണ്. ദൈവം പറയുന്നു, കാള ഒരു മൃഗത്തിനറിയാം അതിൻ്റെ തൊഴുത്ത്, അതിൻ്റെ ഉടമസ്ഥനറിയാം, അതിൻ്റെ കഴുതയ്ക്കറിയാം അതിൻ്റെ യജമാനൻ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനം എന്നെ തിരിച്ചറിയുന്നില്ല. മൃഗതുല്യമായ സ്വഭാവങ്ങളിലേക്ക്, ഒരുപക്ഷെ അതിനേക്കാളും തരം താണ രീതികളിൽ നമ്മൾ പോകുന്നെങ്കിൽ ഇതാ വചനം പഠിപ്പിക്കുന്നു, നമ്മൾ ശ്രദ്ധിക്കണേ. നമ്മുടെ ഉള്ളിൽ എങ്ങനെയാ ഈ മൃഗീയ വാസനകൾ രൂപം കൊണ്ടത്?
ധ്യാന വിഷയമാക്കണം. നമ്മൾ ജനിച്ചപ്പോൾ ഈ മൃഗീയ വാസനകളോടുകൂടിയാണ് ജനിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിലെ ഓരോ അനുഭവങ്ങളും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബോധ്യപ്പെടും. ആ സംഭവങ്ങളിലൂടെ നമ്മുടെ ഉള്ളിൽ മൃഗീയ വാസനകൾ പലപ്പോഴായിട്ട് പലതും കടന്നു വന്നു. സഭാപ്രസംഗകൻ്റെ പുസ്തകം 7-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു, ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു. അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവളുടെ തന്നെ സൃഷ്ടികളാണ്. നമ്മുടെ തന്നെ സൃഷ്ടികളാണ് നമ്മുടെ സങ്കീർണ പ്രശ്നങ്ങൾ. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെയൊക്കെ മുഖത്തിനുണ്ടായിരുന്ന നന്മ, തെളിച്ചം ഇന്ന് നഷ്ടപ്പെട്ടു പോകും. നമ്മുടെയൊക്കെ സ്വഭാവം നമുക്ക് പോലും പിടിക്കാത്ത വണ്ണം കഠിനമായി പോയിട്ടുണ്ടോ? ദൈവത്തിനു ഒരാലോചന വിഷയമാക്കേണ്ട മേഖലയാണിത്. എങ്ങനെയാണ് നമ്മളൊക്കെ ഇത്ര കഠിന ഹൃദയരായി പോയത്? പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകനായ ദാവീദ് ഇതിന് മനോഹരമായ ഒരു ഉത്തരം പറയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 73-ാം അധ്യായം 21-22 തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു, എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു. അങ്ങയുടെ മുമ്പിൽ ഞാനൊരു മൃഗത്തെ പോലെയായിരുന്നു. സങ്കീർത്തകനായ ദാവീദ് പറയാ, ഞാൻ എങ്ങനെയാണ് ഇപ്രകാരം ഒരു മൂഢനായ മൃഗത്തെ പോലെ ആയതെന്നറിയോ? എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എൻ്റെ ഹൃദയത്തിൽ മുറിവേറ്റപ്പോൾ. ആത്മാവിൽ കയ്പ് നിറഞ്ഞ അനുഭവം ഉണ്ടാവുക, ഹൃദയത്തിന് മുറിവേൽക്കുക, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സങ്കീർത്തകനായ ദാവീദ് പറയാ, ആത്മാവിൽ കയ്പ് നിറയുന്ന ബിറ്റർ എക്സ്പീരിയൻസ്. എന്താ അതിൻ്റെ അർത്ഥം? ആത്മാവിൽ കയ്പ് നിറയുക എന്നതിൻ്റെ അർത്ഥം ആത്മീയ മേഖലയിൽ അഭിഷേകം നഷ്ടപ്പെട്ടു പോവുക, പാപം, അടിമത്തം ജീവിതത്തിൽ നിന്നെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആത്മാവിൽ കയ്പ് നിറയുന്ന അനുഭവം, ഒന്നിനും ആനന്ദിക്കാൻ പറ്റാത്ത അനുഭവം. ദൈവം, ദൈവകാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത് ചിലർ. അതുകൊണ്ടാണ് അവർ പള്ളി, പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അരിശപ്പെടും. ദൈവകാര്യങ്ങളോട് താല്പര്യമില്ല, അവർക്ക് കയ്പ് നിറഞ്ഞ അനുഭവങ്ങളാണ്. അവരുടെ ഉള്ളിൽ 100,000 ചോദ്യങ്ങളും തർക്കങ്ങളുമായിട്ടാണ് അവർ നിൽക്കുന്നത്. ആത്മാവിൽ കയ്പ് നിറഞ്ഞ അനുഭവം. ശ്രദ്ധിക്കണേ, ആത്മീയ മേഖലയിൽ അഭിഷേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനാണ് കയ്പ് നിറഞ്ഞ അനുഭവം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന ഈ സമയം നമ്മുടെ ഉള്ളിൽ ആത്മീയ മേഖലയിൽ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, നല്ല ദൈവമേ, എൻ്റെ പാപമേഖലകളിൽ നിന്നെനിക്കൊരു വിടുതൽ നൽകണമേ. നല്ലൊരു കുമ്പസാരം നടത്ത്, നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്ക്, തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ പാപാവസ്ഥ സമർപ്പിക്ക്. രണ്ടാമതായിട്ട് സങ്കീർത്തകനായ ദാവീദ് ഓർമ്മപ്പെടുന്നു, ഹൃദയത്തിന് മുറിവേറ്റ് കഴിയുമ്പോൾ ആ വ്യക്തി എന്തായി മാറി? മൂഢനായിട്ട് മാറുന്നു. ആ വ്യക്തി എന്തായിട്ട് മാറുന്നു? മൃഗത്തെ പോലെയായി മാറുന്നു. ഹൃദയത്തിന് മുറിവേൽക്കുക. എങ്ങനെയാണ് ഹൃദയത്തിൽ മുറിവേൽക്കുന്നത്? ഓരോ സംഭവങ്ങളും നല്ലതാണെങ്കിൽ നന്മയുടെ അനുഭവങ്ങൾ ഉണ്ടാക്കും, തിന്മയാണെങ്കിൽ തിന്മയിലൂടെ കടന്നു വരുന്ന അനുഭവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ മുറിവുകൾ സൃഷ്ടിച്ച് കടന്നു പോകും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ച് നോക്കാം, നമ്മുടെ ഹൃദയത്തിൽ മുറിവുകൾ ഏൽക്കുന്ന അനുഭവങ്ങൾ എങ്ങനെയാണ്? ചില വ്യക്തികളോട് ഇടപെടുമ്പോൾ സ്നേഹം നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ, റിജക്റ്റഡ് എക്സ്പീരിയൻസ്, മറ്റുള്ളവർ നമ്മൾ വേണ്ടാന്ന് വെച്ചു അവഗണിച്ച അനുഭവങ്ങൾ ഒക്കെ ഹൃദയത്തിൽ മുറിവുകൾ ഏൽപ്പിക്കുന്ന അനുഭവങ്ങളാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് കൗൺസിലിങ്ങിന് വന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ എൻ്റെ മുമ്പിൽ വളരെ റിബല്ലായിട്ടാണ് പെരുമാറുന്നത്. ഒന്നിനോടൊരു താല്പര്യമില്ല. ഞാൻ അവനോട് ചോദിച്ചു, നീ കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. ഞാൻ അവനോട് പറഞ്ഞു, നീ എന്നാണ് ആദ്യ കുർബാന സ്വീകരിച്ചത്? അവൻ അതിനും പറഞ്ഞു ഉത്തരം, എനിക്ക് ഓർമ്മയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നതൊന്നും അവൻ ഇഷ്ടപ്പെടുന്നില്ല, അവൻ ഇതിനോട് താല്പര്യവുമില്ല. ധ്യാനത്തിന് അവൻ കുമ്പസാരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അവനെ വിളിച്ചു മാറ്റി നിർത്തി ചോദിച്ചത്. അവൻ ഒന്നിനോടും താല്പര്യമില്ല. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം, ഇവൻ്റെ ഹൃദയത്തിൽ വല്ലാണ്ട് മുറിവേറ്റിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സംസാരിച്ചു വന്നപ്പോഴാണ് അവൻ്റെ കുടുംബത്തിൽ സംഭവിച്ച അനേക കാര്യങ്ങൾ ഇവൻ്റെ ഹൃദയത്തിൽ മുറിവായി മാറി, അത് കയ്പ് നിറഞ്ഞ അനുഭവമായിട്ട് മാറി. ഇന്ന് അവൻ്റെ സ്വഭാവം ഒരു ചെറുപ്പക്കാരൻ്റെ സ്വഭാവമല്ല, ഒരു മൃഗതുല്യമായിട്ട് മാറിയിരിക്കുന്നു.
ഭക്ഷണം ശരീരത്തിനുണ്ട്, അതുകൊണ്ടാണ് നല്ല വണ്ണമുണ്ട്, പൊക്കമുണ്ട്, തണ്ടും തടിയൊക്കെ ഉണ്ട്. പക്ഷേ മൃഗതുല്യമായ പെരുമാറ്റം. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ പോലും ഒരു ക്രൂരത, ഒരു വന്യത അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്രയോ മനോഹരമായിട്ട് ജീവിക്കേണ്ട ചില ജീവിതങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്? നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും ചിലരെ കാണുന്നില്ലേ? ഏതോ വന്യത അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ചതുപോലെ എപ്പോഴും ഒരു ക്രൂരമായ ജീവിത വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ. സംസാരവും ക്രൂരത, മറ്റുള്ളവരോട് മനുഷ്യത്വത്തോടെ പെരുമാറാൻ സാധിക്കാത്ത അനുഭവം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഹൃദയത്തിന് മുറിവേറ്റ് കഴിയുമ്പോൾ. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, മുറിവേറ്റ് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ ആ വ്യക്തി മുറിവേൽപ്പിച്ചുകൊണ്ടേയിരിക്കും. അതൊരു തത്വമാണ്. മുറിവേൽപ്പിച്ചവൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. ജീവിതത്തിൽ നമ്മുടെയൊക്കെ അനുഭവിച്ച എല്ലാ മേഖലകളോടും ചിന്തിച്ചു നോക്ക്. കിട്ടിയ മുറിവ് മറ്റുള്ളവർക്ക് നമ്മളിങ്ങനെ പകർന്നുകൊണ്ടേയിരിക്കും. ഞാനൊരിക്കൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു. ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒരു സീറ്റ് 3 പേർക്കിരിക്കുക, 2 പേര് വിശാലമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ആ 2 പേരിൽ ഒരാളോട് പറഞ്ഞു, അല്പം അങ്ങോട്ട് നീങ്ങിയിരിക്കും. ആദ്യം അവരെന്നെ മൈൻഡ് ചെയ്തില്ല. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അല്പം കൂടെ നീങ്ങിയിരിക്കും. അപ്പോൾ അല്പം കൂടെ വിശാലമായിട്ടിരുന്നിട്ട് അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്നലെ യാത്ര ചെയ്തപ്പോൾ ഞാനിതുപോലെ ഒരാളോട് പറഞ്ഞപ്പോൾ ആ ആൾ നീങ്ങിയില്ല, അതുകൊണ്ട് ഞാനും ഇപ്പോൾ നീങ്ങുന്നില്ല. ഷെടാ, ഇതെന്താ ഇങ്ങനെ ഒരു ഉത്തരം? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ വ്യക്തി ഇന്നലെ യാത്ര ചെയ്തപ്പോൾ ഇതുപോലെ എൻ്റെ അവസ്ഥയിൽ നിന്നു, ഒരാളോട് നീങ്ങാൻ പറഞ്ഞപ്പോൾ നീങ്ങില്ല, അതുകൊണ്ട് ഞാനിന്ന് നീങ്ങുന്നില്ല. കാര്യം നിസ്സാരമാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കിട്ടിയ ജീവിതാനുഭവങ്ങൾ, ആ മുറിവുകൾ നമ്മളിങ്ങനെ പകർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, സ്കൂളിലൊക്കെ പഠിക്കുന്ന അവസരങ്ങളിൽ എത്രയോ നല്ല ടീച്ചേഴ്സ് ചില ദിവസങ്ങളിൽ അവർ വന്നതിന് ശേഷം അവരൊരു കാരണവുമില്ലാതെ ചില കുട്ടികളെ പിടിച്ച് തല്ലുന്നു. എന്താ കാരണം? അന്ന് മനസ്സിലായില്ല, ഇന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റും. കാരണം എന്താ? അവരുടെ വീട്ടിൽ അവർ ഭർത്താവിനോട് വഴക്കിട്ടായിരിക്കും ടീച്ചേഴ്സ് വരുന്നത്, ഭാര്യയോട് വഴക്കിട്ടായിരിക്കും, അവിടെ തല്ലാൻ പറ്റിയല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ ദേഷ്യം, ഈ അരിശം ഉള്ളിൽ കൊണ്ട് നടന്നിട്ട് ഇത് ക്ലാസ് റൂമിൽ വന്നു കഴിയുമ്പോൾ അത് പാവപ്പെട്ട പിള്ളേരോടായി. കിട്ടുന്ന മുറിവുകൾ നമ്മൾ മറ്റുള്ളവരോട് കൊടുത്തുകൊണ്ടേയിരിക്കും. കുറേ നാളുകൾക്ക് മുമ്പ് കേട്ട ഒരു കാർട്ടൂൺ, ഒരുപക്ഷെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. കാർട്ടൂൺ രസകരമാണ്. ഒരു ഭാര്യയും ഭർത്താവും. പ്രഭാതത്തിൽ ഭർത്താവ് കിടന്നുറങ്ങുന്നു, ഭാര്യ ഒരു കപ്പ് ചായയുമായിട്ട് ഭർത്താവിനെ തോണ്ടി വിളിച്ചിട്ട് ഭർത്താവിന് ഒരു കപ്പ് ചായ കൊടുക്കുന്നു. ഭർത്താവ് ചായ രുചിച്ചു നോക്കി, മധുരത്തിന് പകരം ഉപ്പോ മറ്റോ ആയിട്ടിരിക്കണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഭർത്താവിന് അത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഭർത്താവ് ആ ചായക്കപ്പ് ഈ ഭാര്യയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. അരിശപ്പെട്ട് ദേഷ്യപ്പെട്ട് കുറേ ചീത്ത പറഞ്ഞു, കലുതുള്ളി ഭർത്താവ് മാറി വീണ്ടും കിടന്നു. അരിശവും ദേഷ്യവും പൂണ്ട ഈ ഭാര്യ കലുതുള്ളി ആ മുറിക്ക് പുറത്തോട്ടിറങ്ങി. നേരം വെളുത്തപ്പോൾ ഒരു നല്ല ദിവസം മുഴുവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. ചായ ഉണ്ടാക്കി കൊടുത്താണ് ആ മനുഷ്യൻ അങ്ങനെയായല്ലോ. അരിശവും ദേഷ്യവും. ഇനി ഈ അരിശവും ദേഷ്യവും എന്ത് ചെയ്യും? ഈ അരിശവും ദേഷ്യവും ഈ ഭാര്യ ചിന്തിച്ചു, ഇനി എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോഴാണ് രാവിലെ അതാ മകള് മാറി അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകള് രാവിലെ ആയതുകൊണ്ട് പഠിക്കുന്നു, ഉറങ്ങുന്നു. അതുപോലത്തെ ഒരു അനുഭവം. അവിടെ ഇരിക്കുന്ന മകളുടെ അടുക്കെ ചെന്നിട്ട് ആ മകളുടെ തലമുടി കുത്തിന് പിടിച്ചിട്ടൊരു കുത്തു കൊടുത്തിട്ട് പറഞ്ഞു, എടി മര്യാദയ്ക്കിരുന്ന് പഠിക്കടി. വെറുതെ ഇരുന്ന പെണ്ണ് ചിന്തിച്ചു, ദൈവം എന്തിനാ എൻ്റെ തലമുടി കുത്തിന് പിടിച്ച് എനിക്കിട്ട് കുത്തു തന്നേ? ഇതെന്തിനാ ഇത്? അമ്മ കുത്തു കൊടുത്തിട്ട് അമ്മ പോയി. ഈ മകള് കുത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ മകൾ ചിന്തിച്ചു, ഇത് കിട്ടിയ കുത്തിന് ഇതെവിടെയെങ്കിലും കൊടുക്കണമല്ലോ. അവിടെ ചിന്തിച്ചപ്പോൾ നോക്കി, കട്ടിലേൽ അതാ അനിയൻ കിടന്നുറങ്ങുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുവാൻ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ഈ മകൾ എന്ത് ചെയ്തു? ഈ ചേച്ചി എന്നിട്ട് ഈ അനിയൻ്റെ തുടക്കിട്ടൊരു ഒറ്റ അടി കൊടുത്തിട്ട് എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഇവൾ തിരിച്ചുപോയി കസേരയിലിരുന്നു. അടി കിട്ടി അവൻ എഴുന്നേറ്റിരുന്നു. ചേടാ, എന്തിനാണാവോ വെറുതെ എനിക്കിട്ടൊരു തല്ല് കിട്ടിയത്? ഇവനിങ്ങനെ കിട്ടിയ അടി ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്നു. അപ്പോഴാണ് കട്ടിലിനടിയിൽ അവൻ്റെ പ്രിയപ്പെട്ടൊരു പട്ടി കിടന്നുറങ്ങുന്നുണ്ട്. അവൻ സാവധാനം കുനിഞ്ഞ കട്ടിലിൻ്റെ അടിയിലോട്ട് ചെന്നിട്ട് ആ പട്ടിയുടെ വാലെ പിടിച്ചൊരു ഒറ്റ വലി, ഭൗ എന്നും പറഞ്ഞുകൊണ്ട് പട്ടി ഒരു കുരച്ചോണ്ട് ഒരൊറ്റ ചാട്ടം. പ്രിയപ്പെട്ടവരെ, ഇവൻ കിടന്നുറങ്ങുന്നു. പട്ടി കുറച്ചുകൊണ്ട് പുറത്തോട്ട് ചാടി. ഈ പട്ടി കുറച്ചുകൊണ്ട് പുറത്തോട്ട് ചാടി കുറച്ച് പുറത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു പൂച്ചയുണ്ട്. പൂച്ച നോക്കുമ്പോൾ അപകടം. പട്ടി കുറച്ചുകൊണ്ട് വരുന്നു, പൂച്ച ഓടാൻ തുടങ്ങി. അപ്പോൾ ഗേറ്റിൻ്റെ സൈഡിൽ ഒരു എലി നോക്കുമ്പോൾ അത് ആ വലിയ അപകടം വരുന്നു. പൂച്ച വരുന്നു, പുറകെ പട്ടി വരുന്നു, എലി ഓടാൻ തുടങ്ങി. എലി, പൂച്ച, പട്ടി, 5ാം ക്ലാസ്, 10ാം ക്ലാസ്, ഭാര്യ, ഭർത്താവ്. ഇനി നമ്മൾ ചിന്തിച്ചോ, ഈ എലി ഈ പ്രപഞ്ചത്തിൻ്റെ അടുത്ത മേഖലയിലോട്ട് പോകും.
ഇതിങ്ങനെ ഓരോ അണുവിലും, ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ അണുവിലും ഇതിങ്ങനെ മാറി മാറിക്കൊണ്ടേയിരിക്കും. മുറിവേറ്റ് കഴിഞ്ഞാൽ ഇതിങ്ങനെ മുറിവ് കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതൊരു പ്രപഞ്ച സത്യമാണ്. ഈ പ്രപഞ്ച സത്യത്തിൻ്റെ മുമ്പിലാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന ഉറപ്പ്. എന്താണ്? നീ മുറിവ് കൊടുക്കാനുള്ള വ്യക്തിയല്ല, മറിച്ച് നിൻ്റെ മുറിവിനെ നീ തിരുമുറിവാക്കാനുള്ള വിളിയാണ് നിനക്ക്. മുറിവിനെ തിരുമുറിവുകളാക്കുക. അതെങ്ങനെ സാധിക്കും? കാൽവരി മലയിൽ കുരിശിൽ കിടന്ന ഈശോയാണ് നമുക്കതിനു വേണ്ടി മാതൃക നൽകുന്നത്. നിൻ്റെ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റാനുള്ള വലിയൊരു വിളിയുണ്ട് നിനക്ക്. നമുക്കൊക്കെ കിട്ടിയ പല അനുഭവങ്ങളുണ്ട്. മനുഷ്യൻ സാമൂഹ്യ ജീവിയായതുകൊണ്ട് പല അനുഭവങ്ങളിലൂടെ കടന്നു പോകും. പല ജീവിതത്തിന് ദുരന്തങ്ങളുണ്ട്. ഇതിനൊന്നും ഒഴിവാക്കാനാവില്ല. കിട്ടിയ അനുഭവങ്ങളെ ഈശോയുടെ കൈകളിലേക്ക് കൊടുക്കുക, കുരിശിനോട് ചേർത്ത് വയ്ക്കുക. ഈശോയെ, നിൻ്റെ തിരുമുറിവുകളോട് എൻ്റെ മുറിവിനെ ചേർത്ത് വയ്ക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ മുറിവിനെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുറിവിൻ്റെ ആഴം വർദ്ധിക്കും. ആ മുറിവിരുന്ന് പഴുക്കാൻ തുടങ്ങും. അത് ദുർഗന്ധം വമ്മിക്കും. അത് മറ്റുള്ളവർക്ക് അസ്വസ്ഥത നൽകും. നിൻ്റെ ജീവിതത്തെ തകർക്കും. എന്തു ചെയ്യണം? നിൻ്റെ മുറിവിനെ നീ ആഴം നോക്കേണ്ട, ആ മുറിവിൻ്റെ അസ്വസ്ഥത നോക്കേണ്ട. ആ മുറിവ് എന്താണോ അതെടുത്ത് ഈശോയുടെ കൈകളിലേക്ക് കൊടുക്കുക. ഈശോയുടെ തിരുമുറിവിനാൽ നിൻ്റെ മുറിവിനെ വിശുദ്ധീകരിക്കുക. ഈശോയുടെ മുറിവിന് മാത്രമേ നിൻ്റെ മുറിവുകളെ കഴുകാനുള്ള ശക്തിയുണ്ട്. ഈ ഭൂമിയിലെ മറ്റൊരു വ്യക്തിക്കോ, മറ്റൊരു ശാസ്ത്രത്തിനോ, മറ്റൊരു മതമേഖലയ്ക്കോ, മറ്റൊരു വ്യക്തിക്കോ സാധ്യമല്ല. ഈശോയുടെ മുറിവാണ് നിൻ്റെ മുറിവിനെ ഉണക്കുന്ന സൗഖ്യത്തിൻ്റെ തൈലം. ആ മുറിവിനാൽ നമുക്ക് സൗഖ്യം പ്രാപിക്കാം. പ്രിയപ്പെട്ടവരെ, യേശയ്യ പ്രവാചകൻ പറഞ്ഞതുപോലെ അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഹൃദയം തകർന്നവരെ കർത്താവ് സൗഖ്യപ്പെടുത്തും. വചനം നൽകുന്ന ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു മുറിവിൻ്റെ മുമ്പിൽ കർത്താവിന് സൗഖ്യപ്പെടുത്താൻ അവകാശമുണ്ട്, സാധ്യതയുണ്ട്, അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹത്തിലേക്കാണ് ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ക്ഷണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരായിട്ട് വളരേണ്ടതാണ്? മൃഗത്തേക്കാൾ താഴ്ന്ന അവസ്ഥയിലല്ല, മൃഗത്തെ പോലെയല്ല, മനുഷ്യനെ പോലെയുമല്ല. അതിനപ്പുറം വിശുദ്ധിയിലേക്കുള്ളൊരു വിളി, അതിനപ്പുറം യേശുവിനോട് ചേർന്നിരിക്കാനുള്ള വിളി. വിശുദ്ധ ഗ്രന്ഥം അപ്രകാരം ഒരു വിളി നമുക്ക് നൽകുന്നു. ആ വിളി നമുക്ക് സ്വീകരിക്കാം. മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റാം. അനുഗ്രഹത്തിൻ്റെ ജീവിതം നയിക്കാം. ദൈവസമൃദ്ധമായിട്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.